ഹായ് വാഴ 2 സിനിമ തിയേറ്ററുകളിൽ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം നേടി ഗംഭീര കളക്ഷനോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ സിനിമ വന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കളക്ഷന്റെ കാര്യത്തിലായാലും അഭിപ്രായത്തിന്റെ കാര്യത്തിലായാലും. ഞാൻ ഇന്നലെ സിനിമ കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ സിനിമ ഓവറോൾ മികച്ചത് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എന്താണോ വാഴയിൽ പ്രതീക്ഷിച്ചത് ആ രീതിയിൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതും. പിന്നീട് സിനിമ കയ്യിൽ നിന്ന് പോവും എന്ന് തോന്നിച്ചെങ്കിലും അവസാനത്തെ 20 മിനിറ്റ് ഹൃദയസ്പർശിയായിരുന്നു. ഗംഭീരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓവറോൾ ഗംഭീര സിനിമ. എന്തായാലും സിനിമ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയ്ക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നു. 3 കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ ഉണ്ടാവും കേരളത്തിൽ എന്നാണ് മിക്ക ആൾക്കാരും വിചാരിച്ചു വെച്ചിരുന്നത്. 3 to 4 കോടിക്കകത്ത്. പക്ഷെ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കേരളത്തിൽ 5 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 7 കോടി 8 കോടിയാണ് മാക്സിമം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഈ സിനിമയ്ക്ക് വരികയുള്ളൂ എന്നുള്ളതായിരുന്നു പല ട്രാക്കർമാരും വിലയിരുത്തിയത്. പക്ഷെ 10 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഫസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബുക്ക് മൈ ഷോയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 15,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. പല സമയത്തും 17,000 18,000 കടന്ന് മുന്നോട്ട് പോയി. എന്തായാലും സിനിമ വമ്പൻ വിജയം നേടും എന്ന് ഉറപ്പായി കഴിഞ്ഞു. വെക്കേഷൻ കുട്ടികൾ വാഴ 2-നോടൊപ്പം ആഘോഷിക്കുകയാണ്. വാഴ 2 തിയേറ്ററുകൾ തരംഗമാവുമ്പോൾ മറ്റൊരു വിജയചിത്രമായിട്ടുള്ള ആട് 3 കളക്ഷനിൽ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്നലെയാണ് ആദ്യമായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആട് 3ക്ക് 1 കോടിക്ക് താഴെ കളക്ഷൻ വരുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇന്നലെ 1.5 കോടിക്ക് താഴെ മാത്രമാണ് എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് ആട് 3 വെക്കേഷൻ തുടങ്ങുമ്പോൾ ഗംഭീര കളക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ആട് 3 ഇറങ്ങിയ 4 ദിവസവും ഗംഭീര കളക്ഷൻ നേടി. പിന്നീട് താഴേക്ക് പോകുന്ന കാഴ്ച ഇപ്പോൾ വളരെയേറെ താഴേക്ക് പോയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും എന്ന് തോന്നുന്നില്ല. കാരണം വാഴ 2 ഗംഭീര അഭിപ്രായം നേടി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ. എന്തായാലും ആട് 3 വലിയ വിജയം തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. കേരളത്തിൽ ഇനിയും ഒരുപാട് ദിവസം ആട് 3 ഓടും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ഇനി കാര്യമായിട്ടുള്ള കളക്ഷൻ ആട് 3 നേടിയെടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ കേരളത്തിൽ അത്യാവശ്യം കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വാഴ 2 എന്ന സിനിമയെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത് കളക്ഷനിലും അതുപോലെ ബുക്കിങ്ങിലും കാണാനും സാധിക്കുന്നുണ്ട്. 50 കോടി എന്തായാലും മറികടക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. സിനിമ 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണാനുള്ളത്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. വാഴ 2 കണ്ടവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.